10 വർഷമായി RSP നിയമസഭ കണ്ടിട്ട്. 2016-ലും 2021-ലും 5 സീറ്റുകളിലാണ് RSP മത്സരിച്ചത്. 5 സീറ്റുകളിലും പരാജയപ്പെട്ടു. തട്ടകമായ ചവറയിൽ RSPയുടെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് ഷിബു ബേബി ജോൺ തോറ്റത് 2 തവണ. ആദ്യം വിജയൻ പിള്ളയോടും അദ്ദേഹത്തിൻ്റെ മകൻ സുജിത്ത് വിജയൻ പിള്ളയോടും. ഇപ്പോൾ RSPക്കുള്ള ഏക ജോലി പ്രേമചന്ദ്രനെ MP ആക്കി കൊല്ലത്ത് നിന്ന് വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. പ്രേമചന്ദ്രൻ MP ആയി സ്ഥിരമായി ജയിക്കുന്നു കൊല്ലത്ത് നിന്ന്. RSPക്ക് വകതിരിവ് വെച്ചിരിക്കുന്നോ എന്ന ചോദ്യം ഇപ്പോൾ ഉണ്ടാകുന്നു. RSP പറയുന്നത് തോൽക്കാൻ സാധ്യതയുള്ള സീറ്റുകളാണ് UDF അവർക്ക് കൊടുക്കുന്നത് എന്നാണ്. ആറ്റിങ്ങൽ പോലുള്ള സീറ്റുകൾ അവർക്ക് വേണ്ട എന്നാണ്. പകരം കൊല്ലമാണ് അവർ ആവശ്യപ്പെടുന്നത്. കൊല്ലത്ത് ഷിബു ബേബി ജോൺ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. ചവറയിൽ പ്രേമചന്ദ്രൻ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രേമചന്ദ്രൻ മത്സരിക്കുന്നതിനോട് ഷിബു ബേബി ജോണിന് അത്ര സുഖകരമല്ല. കാരണം പ്രേമചന്ദ്രൻ ചവറയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ UDF മന്ത്രിസഭ വരുമ്പോൾ മന്ത്രിയാവുക സ്വാഭാവികമായും പ്രേമചന്ദ്രനായിരിക്കും. പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും ഇക്കാര്യത്തിൽ തർക്കത്തിലാണ് എന്നാണ് റിപ്പോർട്ട്. പ്രേമചന്ദ്രൻ ചവറയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. പകരം കൊല്ലം ലോക്സഭാ സീറ്റിൽ ഷിബു ബേബി ജോണിനെ വിജയിപ്പിക്കാം എന്നാണ് പ്രേമചന്ദ്രൻ പറയുന്നത്. MP ആയി പോകാൻ ഷിബു ബേബി ജോണിന് താല്പര്യമില്ല. മാത്രമല്ല, കൊല്ലം ലോക്സഭാ സീറ്റിൽ പ്രേമചന്ദ്രൻ മാറിയാൽ വിജയിക്കും എന്നതിനെപ്പറ്റി ഒരു ഉറപ്പും ഷിബു ബേബി ജോണിന് ഇല്ല. അതുകൊണ്ട് തന്നെ ചവറയിൽ പ്രേമചന്ദ്രൻ മത്സരിക്കുന്നതിനെ ഷിബു ബേബി ജോൺ എതിർക്കുന്നു. ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോൺ പ്രേമചന്ദ്ര വിഭാഗങ്ങൾ അകന്നിരിക്കുന്നു. ഷിബു ബേബി ജോൺ RSPയെ LDFന്റെ ലാവണത്തിൽ വീണ്ടും കൊണ്ടുപോകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. LDFനാകട്ടെ RSPയെ കിട്ടുന്നത് സന്തോഷകരമായ കാര്യമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു UDF ഘടകകക്ഷി കൂടി LDFലേക്ക് വന്നു എന്നൊരു ഓളമുണ്ടാക്കാൻ അവർക്ക് ഇതിലൂടെ സാധിക്കും. എന്തായാലും ചവറയിൽ ഷിബു ബേബി ജോൺ ഇനി മത്സരിക്കില്ല. കാരണം അവിടെ മത്സരിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ സുജിത്ത് വിജയൻ പിള്ള അവിടെ അതികായനായി മാറിക്കഴിഞ്ഞു. ആ ചെറുപ്പക്കാരൻ അവിടെ ജനകീയനായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ചവറ മറക്കുന്നതാണ് ഷിബു ബേബി ജോണിന് നല്ലത്. ഈ സാഹചര്യത്തിൽ ഷിബു ബേബി ജോൺ, ബിസിനസ്സുകാരനായ ഷിബു ബേബി ജോൺ തന്ത്രം മെനയുകയാണ് LDFലേക്ക് പോകാൻ എന്നാണ് സൂചന. മുമ്പ് RSP മൊത്തം UDFലേക്ക് പോയപ്പോൾ കോവൂർ കുഞ്ഞുമോൻ മാറി നിന്നു, റബലായി. LDF സ്ഥാനാർത്ഥിയായി കുന്നത്തൂരിൽ നിന്ന് കോവൂർ കുഞ്ഞുമോൻ തുടർച്ചയായി വിജയിക്കുന്നു. CPMകാർ കോവൂർ കുഞ്ഞുമോന് വേണ്ടി പണിയെടുക്കുന്നു. മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുമെന്ന സൂചന ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കോവൂർ കുഞ്ഞുമോൻ മന്ത്രിയുമാകും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. LDFൽ നിന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഗതികേട് വരില്ലായിരുന്നുവെന്ന് ഇപ്പോൾ ഷിബു ബേബി ജോൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഷിബു ബേബി ജോൺ കോൺഗ്രസിനോട് കൊല്ലം മണ്ഡലം മത്സരിക്കാൻ ചോദിച്ചിരിക്കുന്നു. എന്നാൽ കോൺഗ്രസ് നിഷേധാത്മകമായ സമീപനമാണ് ഷിബു ബേബി ജോണിനോട് എടുത്തിരിക്കുന്നത്. കാരണം കൊല്ലത്ത് ബിന്ദു കൃഷ്ണയെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു കഴിഞ്ഞു. അവിടെ LDF പ്രസന്ന ഏണസ്റ്റിനെയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ RSP LDFലേക്ക് പോകുന്ന സാഹചര്യം വന്നാൽ ഷിബു ബേബി ജോണിന് കൊല്ലത്ത് നിന്ന് മത്സരിക്കാം. LDF അധികാരത്തിലെത്തിയാൽ ഷിബു ബേബി ജോണിന് മന്ത്രിയാകാം. സ്വാഭാവികമായും ബിസിനസ്സുകാരൻ കൂടിയായ ഷിബു ബേബി ജോൺ ചിന്തിക്കുന്നത് LDFലേക്ക് പോകാൻ തന്നെയായിരിക്കും. ഇതുതന്നെയാണ് RSP വൃത്തങ്ങൾ നൽകുന്ന സൂചന. പ്രേമചന്ദ്രനോടൊപ്പം RSP നേതാക്കളില്ല. RSP നേതാക്കളെയെല്ലാം ഷിബു ബേബി ജോൺ ഹൈജാക്ക് ചെയ്തു കഴിഞ്ഞു. പ്രേമചന്ദ്രൻ അടുത്ത തെരഞ്ഞെടുപ്പിൽ ചവറയിൽ മത്സരിക്കുന്നതിനോട് ഷിബു ബേബി ജോണിന് താല്പര്യവുമില്ല. ചവറയിൽ മത്സരിച്ച് പ്രേമചന്ദ്രൻ ജയിച്ചാൽ ഷിബു ബേബി ജോൺ ഔട്ടാകും, പ്രേമചന്ദ്രൻ മന്ത്രിയാകും. കൊല്ലം ഷിബു ബേബി ജോണിന് UDF കൊടുത്താൽ തന്നെ കൊല്ലത്ത് നിന്ന് ഷിബു ബേബി ജോൺ ജയിച്ചിട്ടും കാര്യമില്ല. കാരണം പ്രേമചന്ദ്രൻ ചവറയിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ പ്രേമചന്ദ്രൻ തന്നെയാണ് മന്ത്രി. ഇതാണ് ഈ RSPയെ RSPയെ സമ്മർദ്ദത്തിലാക്കുന്ന സംഭവം. അതുകൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ MP ആയി തുടരുക,
RSP അന്തസ്സായി LDFിലേക്ക് പോകുക. ഇതാണ് ഷിബു ബേബി ജോൺ എടുത്തിരിക്കുന്ന തീരുമാനം. വമ്പൻ ട്വിസ്റ്റാണ് കേരള രാഷ്ട്രീയത്തിൽ നടന്നിരിക്കുന്നത്. വമ്പൻ ട്വിസ്റ്റ്. എന്തായാലും കൊല്ലത്ത് തീമാറുന്ന പോരാട്ടം ഇത്തവണ പ്രതീക്ഷിക്കാം. ഷിബു ബേബി ജോൺ LDFിലേക്ക് പോകുമ്പോൾ ഒരു ഡിമാൻഡ് മാത്രമേ വയ്ക്കുകയുള്ളൂ. കൊല്ലം സീറ്റ് തനിക്ക് തരണം, കൊല്ലം ഞാനിങ്ങ് എടുക്കുക എന്നുള്ള ഒരു ഡിമാൻഡ്. അത് LDF അംഗീകരിക്കും. കാരണം കൊല്ലത്ത് ഷിബു ബേബി ജോണിനെ നിർത്തി വിജയിപ്പിക്കാൻ അവർക്കാകും. കൊല്ലം MLA, CPMന്റെ കൊല്ലം MLA മുകേഷ് വരുത്തിവെച്ച വിനകൾ, വരുത്തിവെച്ച നെഗറ്റീവ് ഇമ്പാക്റ്റ് മാറ്റിയെടുക്കാനും CPMന് ഇതിലൂടെ സാധിക്കും. എന്തായാലും RSP പിളർപ്പിൻ്റെ വക്കിലാണ്. ഷിബു ബേബി ജോണും കൂട്ടനും പോയാലും പ്രേമചന്ദ്രൻ എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് ശ്രദ്ധേയമാണ്. പ്രേമചന്ദ്രൻ ഒരുപക്ഷെ ഒരു പാർട്ടി ഉണ്ടാക്കി കോവൂർ കുഞ്ഞുമോനെ പോലെ RSP ലെനിൻ എന്നോ RSP ലെനിനിസ്റ്റ് എന്നോ ഒക്കെ ഒരു പാർട്ടി ഉണ്ടാക്കി ഒറ്റയ്ക്ക് നിൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഷിബു ബേബി ജോണിനെ സംബന്ധിച്ചിടത്തോളം RSPയെ നിലനിർത്തണം, തനിക്ക് നിലനിൽക്കണം. ഇതാണ് ഷിബു ബേബി ജോണിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ RSPയെ LDF പാളയത്തിൽ കൊണ്ടുപോകും ഷിബു ബേബി ജോൺ. കൊല്ലം സീറ്റ് UDF കൊടുത്തില്ലെങ്കിൽ, അത് കൊടുക്കില്ല എന്നുള്ളതും ഉറപ്പാണ്. കാരണം ബിന്ദു കൃഷ്ണ തുടർച്ചയായി മത്സരിച്ച് ഒരു തവണ മത്സരിച്ച് തോറ്റ സീറ്റാണ് കൊല്ലം. ഇത്തവണ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പ്രവർത്തിച്ചു തുടങ്ങി. കൊല്ലത്ത് ബിന്ദു കൃഷ്ണ ശക്തമായ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ബിന്ദു കൃഷ്ണ രമേശ് ചെന്നിത്തലയുടെ നോമിനിയാണ്. ബിന്ദു കൃഷ്ണയ്ക്ക് KPCCയുടെ ആശീർവാദവുമുണ്ട്. ആരെയും പിടക്കാത്തൊരു നേതാവാണ് ബിന്ദു കൃഷ്ണ. കൊല്ലം DCC അധ്യക്ഷ കൂടിയായിരുന്നു അവർ കൈമയും മറന്ന് ഇപ്പോൾ കൊല്ലം മണ്ഡലത്തിൽ സജീവമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബിന്ദു കൃഷ്ണയ്ക്ക് പറ്റിയ ഒരു എതിരാളി തന്നെയാണ് ഷിബു ബേബി ജോണെന്ന് LDFും കരുതും. കാരണം മുകേഷ് ഉണ്ടാക്കി വെച്ച പാളിച്ചകൾ അത് മറികടക്കാൻ ഷിബു ബേബി ജോണിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ LDFന് ആകും. എന്തായാലും RSP ഇപ്പോൾ പെരുവഴിയിൽ നിൽക്കുകയാണ്. ഇടത്തോട്ടും പോകാം, വലത്തോട്ടും പോകാം. ഇടത്തോട്ടുള്ള ഇടവഴി തന്നെയാണ് RSP നോക്കുന്നത്. വലത്തോട്ടുള്ള വലിയ വഴി നോക്കുന്നില്ല. ഇടത്തോട്ടുള്ള കുറുക്കു വഴിയാണ് RSP നോക്കുന്നത്. എന്തായാലും RSP എന്ന രാഷ്ട്രീയ പാർട്ടി, റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, വീണ്ടും പിളർപ്പിൻ്റെ വക്കിൽ. RSP LDFിലേക്ക് പോകുന്നത് പ്രേമചന്ദ്രൻ ഒരിക്കലും അംഗീകരിക്കില്ല. പ്രേമചന്ദ്രൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ചവറയിൽ നിന്ന് മത്സരിച്ച് UDF വരുമ്പോൾ മന്ത്രിയാകാനാണ്. ഷിബു ബേബി ജോണും ആഗ്രഹിക്കുന്നത് മന്ത്രിയാകാനാണ്. RSPയിൽ നിന്ന് ഒരാളെ മാത്രമേ മന്ത്രിയാക്കൂ. ഷിബു ബേബി ജോണും പ്രേമചന്ദ്രനും ജയിച്ചാൽ ഷിബു ബേബി ജോണിന് മന്ത്രിസ്ഥാനം കിട്ടില്ല, പ്രേമചന്ദ്രനെ മന്ത്രിയാക്കും. അദ്ദേഹത്തിനാണ് മുൻഗണന UDF നൽകുന്നത്. അദ്ദേഹം UDF നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. എന്തായാലും RSP ഇപ്പോൾ അങ്ങനെ നാൽക്കവലയിൽ നിൽക്കുകയാണ്. കുറുക്ക് വഴിയിലൂടെ ഇടത്തോട്ട് പോകുമോ RSP? അതിനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത്.